ഒന്ന് ആലോചിച്ച് നോക്കണം ഇതെല്ലാം. കേരളത്തില് ഒരു MP ഉള്ളോ? കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെ പോയി? നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി എവിടെ പോയി? എന്തെങ്കിലും ആരെങ്കിലും തുമ്മിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ വിവാദം ഉണ്ടാക്കാനായിട്ട് ഓടി നടന്ന് എവിടെയാണ് വിവാദം ഉണ്ടാക്കേണ്ടത്, എവിടെയാണ് സമരം ചെയ്യേണ്ടത്, ആരെയാണ് തടയേണ്ടത്, ആരുടെ വഴിയുടെ ചില്ലാണ് തല്ലിപ്പൊളിക്കേണ്ടത്, ആരുടെ നേരെയാണ് മൊട്ടയെറിയേണ്ടത് നോക്കി നടക്കുന്നവരൊക്കെയാണ് ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നത്. കുടുംബശ്രീ ജീവനക്കാർക്ക് ഓണം ആഘോഷിക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് ദൈവത്തിന് തുല്യം അല്ലെങ്കിൽ ദൈവതുല്യനായിട്ട് അവരുടെ മുന്നിൽ ഒരാൾ അവതരിച്ചത്. ആ അവതരിച്ച ആള് മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിലെ സ്വന്തം സുരേഷ് ഗോപിയാണ്. ശമ്പളം കിട്ടിയിട്ട് അത് പറയാനാ വന്നേ. ഓണമാണ് സാറേ, ഞങ്ങളുടെ അതോറിറ്റിയാണ് ഇത്. സാറേ ഞങ്ങൾക്ക് ഈ ഓണമാണ്, ഞങ്ങൾക്ക് ഓണം ഉണ്ണാൻ മുടക്കം വരുത്തിയിട്ടുണ്ടോ? ഓപ്പണായിട്ട് പറയാം. മോദി പൈസ തരുന്നില്ല എന്ന് പറഞ്ഞല്ല. ഇവരുടേത് ടൂറിസത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ്. അപ്പൊ അതിൽ ആദ്യത്തെ 1.5 മാസത്തെ അവർ കൊടുത്തു, ബാക്കി ഓർഡർ ആയിട്ടുണ്ട്. നാളായിട്ട് വരും. അത് ഇനിയിപ്പോ തിങ്കളാഴ്ച ഞങ്ങൾക്കിപ്പോ ഉത്സവത്തെയൊക്കെ അലോട്ട് ആയിട്ടുണ്ട്. എത്രയാണ് വരേണ്ടത്? അതല്ല, ഇപ്പൊ എത്രയാണ് അവർക്ക് വന്നാൽ കൊടുക്കാൻ പറ്റുന്ന ഓണത്തിന് മുമ്പ്? എത്ര നിങ്ങൾ ട്രഷറിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാശ് അവർക്ക് ഡിസ്ബേഴ്സ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന കാശ് എത്രയാണ്? പറഞ്ഞാൽ ഞാൻ കൂട്ടാം. 54 പേർ 15 ഇൻറ്റു 4 മാസമല്ലേ മുടക്കാം. ഇൻറ്റു 4 32 lakhs. 32 lakhs ഞാൻ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്ത് എനിക്ക് റീഇംബേഴ്സ് ചെയ്യും. മഹാനടനുമാണ്, അതിലുപരി ഇപ്പോൾ MP യുമാണ്. നമുക്ക് അഭിമാനം തന്നെയാണ് ആ മനുഷ്യനെ ഓർത്ത്. കാരണം എന്താണെന്നറിയോ? 3-5 മാസമായിട്ട് പൈസ ഇല്ലാതെ ശമ്പളമില്ലാതെ ജോലി എടുക്കുന്ന, ഓണക്കാലത്ത് ശമ്പളം ലഭിക്കാത്ത ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്കാണ് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 32 ലക്ഷം രൂപ അവർക്ക് കൊടുത്തത്. ട്രഷറിക്ക് അതിന്റേതായ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എനിക്കറിയാം. അപ്പൊ ലെറ്റ് us not put pressure on the treasury. You have this money, you give it to them for Onam celebration. Instead, you have to assure me that you will reimburse it. Done? ഒരു അക്കൗണ്ടിലേക്ക് ഇടും, പറഞ്ഞാൽ മതി. ഒരു അക്കൗണ്ടിൽ സാർ ഇടും, അത് ഡിസ്കസ് ചെയ്തിട്ട് ഇവരുടേത് എല്ലാവരുടെയും. ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ലായിരുന്നു. 5-6 മാസം കൊണ്ട് ഞങ്ങൾ കിടന്ന് പാടുപെടുവാണ്. ഒരു വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ്, ഒറ്റടുത്തൊരു വേല എടുത്തുകൊണ്ടൊന്ന് ജീവിക്കുന്നവരാണ്, അന്നന്ന് കഴിയാൻ പോലും നിവർത്തിയില്ലാത്തവരാ. അപ്പൊ ഞങ്ങൾ കടം മേടിച്ച് കുഴഞ്ഞ് ഇനി കടം തരാൻ ആരുമില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇപ്പൊ സുരേഷ് ഗോപി സാർ വന്ന് ഇത്രയും ചെയ്തതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ആലപ്പുഴ നഗരസഭയിലെ സംസ്ഥാനത്ത് ആർക്കും പൈസ വന്നിട്ടില്ല. 14 ജില്ലയ്ക്കും വന്നിട്ടില്ല. സുരേഷ് ഗോപി എടുത്ത് ചോദിച്ച, അതായത് നമ്മുടെ MP ആയ സുരേഷ് ഗോപി എടുത്ത് ചോദിച്ച കാര്യമുണ്ട്, മോദിയാണോ നിങ്ങൾക്ക് പൈസ തരാത്തതെന്ന്. ശമ്പളം കിട്ടിയിട്ട് അത് പറയാനാ വന്നേ. ഓണമാണ് സാറേ, ഞങ്ങളുടെ അതോറിറ്റിയാണ് ഇത്. സാറേ ഞങ്ങൾക്ക് ഈ ഓണമാണ്, ഞങ്ങൾക്ക് ഓണം ഉണ്ണാൻ മുടക്കം വരുത്തിയിട്ടുണ്ടോ? ഓപ്പണായിട്ട് പറയാം. മോദി പൈസ തരുന്നില്ല എന്ന് പറഞ്ഞല്ല. ഇവരുടേത് ടൂറിസത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ്. ടൂറിസം വകുപ്പിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ പൈസ ഹോൾഡ് ചെയ്തതെന്ന് ചോദിച്ചത്. മോദി ആണെങ്കിൽ ഇപ്പോൾ എന്നോട് പറയൂ, ഞാൻ ചോദിക്കാം, ഞാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു. പക്ഷേ ടൂറിസം വകുപ്പ് പറഞ്ഞ കാര്യമുണ്ട്, ആദ്യത്തെ 1 മാസത്തെ ശമ്പളം ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 4 മാസത്തെ ശമ്പളം അവർക്ക് ഇപ്പോഴും പെൻഡിങ് ആണ്. സന്തോഷമായി. ഞങ്ങൾക്ക് ഒരു മാർഗവുമില്ലായിരുന്നു. 5-6 മാസം കൊണ്ട് ഞങ്ങൾ കിടന്ന് പാടുപെടുവാണ്. ഒരു വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ്, ഒറ്റടുത്തൊരു വേല എടുത്തുകൊണ്ടൊന്ന് ജീവിക്കുന്നവരാണ്, അന്നന്ന് കഴിയാൻ പോലും നിവർത്തിയില്ലാത്തവരാ. അപ്പൊ ഞങ്ങൾ കടം മേടിച്ച് കുഴഞ്ഞ് ഇനി കടം തരാൻ ആരുമില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇപ്പൊ സുരേഷ് ഗോപി സാർ വന്ന് ഇത്രയും ചെയ്തതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ആലപ്പുഴ നഗരസഭയിലെ സംസ്ഥാനത്ത് ആർക്കും പൈസ വന്നിട്ടില്ല. 14 ജില്ലയ്ക്കും വന്നിട്ടില്ല.
ബാക്കി എല്ലാവരും ഓണത്തിന് ആഘോഷിക്കാനായിട്ട് അവരെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പെടാപ്പാട് പെടുമ്പോൾ ഇപ്പോൾ ഇവർ ഈ കുടുംബശ്രീ ജീവനക്കാർക്ക് അവർക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാതെ, കാരണം അവർക്കും ഓണമുള്ളതാണ്, അവരുടെ വീട്ടിൽ കുഞ്ഞു മക്കളുള്ളതാണ്, അല്ലെങ്കിൽ പേരക്കുട്ടികളുള്ളതാണ്, അവർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് 32 ലക്ഷം രൂപ അവർക്ക് വേണ്ടി കൊടുത്തത്. ദൈവ തുല്യനായിട്ട് വന്ന് അവതരിച്ചു കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം ഇതെല്ലാം. കേരളത്തില് ഒരു MP ഉള്ളോ? കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെ പോയി? നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി എവിടെ പോയി? ഇവർക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ മോശമായിട്ട് ഒരു കാര്യം ഇവിടെ നടക്കാനില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ഏറിൽ പോയതും പരിഹാസപാത്രമായ ഒരു മനുഷ്യനാണ് നമ്മുടെ മഹാനടനും MP-യുമായ സുരേഷ് ഗോപി സാർ. കാരണം എന്ന് പറയട്ടെ, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക, എനിക്ക് ഇഷ്ടമായി, ഞാൻ ഇങ്ങ് എടുക്കും, ഇതെനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങേരെ എയറിലായി പോയതാണ്. പക്ഷെ അതേ മനുഷ്യൻ തന്നെയാണ് ഇവർക്ക് രക്ഷകനായി വന്നത്. തൃശ്ശൂർ ജില്ലക്കാർക്ക് തെറ്റിയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കേന്ദ്രം കാശ് തരാതിരുന്നിട്ടുണ്ടെങ്കിൽ തുറന്നു പറയൂവെന്നും കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മോദി പണം തരാതിരുന്നിട്ടുണ്ടോ എന്നും അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ചോദിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെയും ഇവിടുത്തെ BJP-കാരെയും കരിവാരി തേക്കാൻ വേണ്ടി നടക്കുന്ന, ഇടത്തും വലതും കൂടി നടക്കുന്ന ആളുകളോടാണ് ഈ ചോദ്യം ചോദിച്ചത്. കാരണം അവരാരും ഈ 4-5 മാസമായിട്ട് ശമ്പളം കിട്ടാത്ത ഇവർക്ക് വേണ്ടി വാദിക്കാൻ നിന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ വാദിക്കാൻ നിൽക്കാത്തെ? എന്തെങ്കിലും ആരെങ്കിലും തുമ്മിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ വിവാദം ഉണ്ടാക്കാനായിട്ട് ഓടി നടന്ന് എവിടെയാണ് വിവാദം ഉണ്ടാക്കേണ്ടത്, എവിടെയാണ് സമരം ചെയ്യേണ്ടത്, ആരെയാണ് തടയേണ്ടത്, ആരുടെ വഴിയുടെ ചില്ലാണ് തല്ലിപ്പൊളിക്കേണ്ടത്, ആരുടെ നേരെയാണ് മൊട്ടയെറിയേണ്ടത് നോക്കി നടക്കുന്നവരൊക്കെയാണ് ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നത്, ഒരു മൂലയ്ക്ക് മിണ്ടാതിരിക്കുന്നത്. പറയുമ്പോൾ ഇവരെല്ലാം പാവങ്ങളുടെ പാർട്ടിയാണ്, പാവങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ് പറയുമ്പോൾ ഈ 4-5 മാസമായിട്ട് ശമ്പളമില്ലാതെ അവരുടെ കുടുംബം എങ്ങനെയാണ് പോറ്റുന്നത്, അവരെങ്ങനെയാണ് കുടുംബത്തിൽ ജീവിക്കുന്നത് പോലും, അവരുടെ കുടുംബത്തിലെ കുട്ടികൾ എങ്ങനെയാണ് കഴിയുന്നത്, അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ് എന്ന് പോലും ചിന്തിക്കാതെ പാവങ്ങളുടെ പാർട്ടിയാണെന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിച്ച് നടക്കുന്ന ഇവിടുത്തെ പാർട്ടികളോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. 4-5 മാസമായിട്ട് നിങ്ങൾ എന്താണ് അവരെ തിരിഞ്ഞു നോക്കാതിരുന്നത്? ഇവിടുത്തെ നമുക്കൊരു ടൂറിസം വകുപ്പ് മന്ത്രി ഉണ്ട്, ആ വകുപ്പ് മന്ത്രി എന്താണ് ഇതിലൊന്നും ഇടപെടാത്തത്? എന്താണ് ഇവിടെ നടക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആ മുഖ്യമന്ത്രിയോട് എന്താണ് ചോദിക്കാത്തത്, എന്താണ് പറയാത്തത്? ഇങ്ങനെ ശമ്പളം കൊടുത്തിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയേണ്ടത് ഇവിടുത്തെ ഒരു മുഖ്യനുണ്ടല്ലോ, ചിരിക്കുന്ന മുഖ്യമന്ത്രി എല്ലാവർക്കും നമുക്കുണ്ടല്ലോ. 10 വർഷമായിട്ട് നമുക്ക് ചിരിക്കുന്ന മുഖ്യമന്ത്രി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ, ആ ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാനുള്ള അവകാശമില്ലേ? എന്തുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ടൂറിസം വകുപ്പ് മന്ത്രി 4-5 മാസത്തെ പെൻഡിങ് ആയിട്ടുള്ള കാര്യം മുഖ്യമന്ത്രിയോട് ഉണർത്തിച്ചിട്ടില്ല അല്ലെങ്കിൽ അറിയിച്ചിട്ടില്ല എന്ന് നമുക്ക് ചോദിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇവർ കുറ്റം പറയുന്ന ഈ 14 ജില്ലകളിൽ ആർക്കും ശമ്പളം വന്നിട്ടില്ല എന്ന് ഈ കുടുംബശ്രീ ജീവനക്കാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണല്ലോ. സുരേഷ് ഗോപി സാറിനോട് ഒരുപാട് നന്ദിയുണ്ടെന്നും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത് സ്വന്തം കയ്യിലെ പൈസയാണ് ഈ 32 ലക്ഷം രൂപ എടുത്തു കൊടുത്തത്. പക്ഷെ തനിക്ക് ആ പൈസ വേണം, ഉടനടി വേണ്ട, പൈസ വരുമ്പോൾ, അതായത് ഇവർക്ക് കൊടുക്കേണ്ട പൈസ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ മാത്രം എനിക്ക് ഈ പൈസ റീഫണ്ട് ചെയ്ത് തന്നാൽ മതിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും നമ്മളുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞൊഴുകുകയാണ്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു മഹാനടൻ MP ആവുന്നതിന് മുമ്പും ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാതെയും അറിഞ്ഞും ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. പല ആളുകൾക്കും ഇന്നും അദ്ദേഹം ദൈവതുല്യം തന്നെയാണ്. ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക്, അതായത് കുടുംബശ്രീ ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്ക് അദ്ദേഹം ദൈവതുല്യനായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കണ്ടറിയണം. കാരണം BJP എന്നൊരു പാർട്ടിനെ അടച്ചാക്ഷേപിക്കുകയും വർഗീയത പാർട്ടിയാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ അതേ വർഗീയത പാർട്ടിയിലെ ഒരു MP ആണ് ഇവിടെ വന്നിട്ട് ഇത്രയും സഹായം ചെയ്തിരിക്കുന്നത്. ബാക്കി എന്തുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കി കുറ്റം പറയാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന കുറച്ച് MP-മാരും MLA-മാരും കുറച്ച് അണികളും മാത്രമുള്ള നമ്മുടെ പ്രത്യേകതരം മറ്റു പല പാർട്ടികളൊന്നും ഇത് കണ്ടാൽ അവർക്ക് തേയിക്കണം എന്നില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇനിയെങ്കിലും ഇവിടെയുള്ള പാർട്ടികളും ബാക്കിയുള്ള ആളുകളും മനസ്സിലാക്കണം, ജനങ്ങളാണ് നിങ്ങൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. ആ ജനങ്ങളോട് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണം. കാരണം ടൂറിസം വകുപ്പിലെ കുടുംബശ്രീ ജീവനക്കാർക്ക് അവരെങ്ങനെയാണ് ഈ ഓണം ആഘോഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഓണം ആഘോഷിക്കേണ്ട നിങ്ങൾ തീരെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നോ? 4 മാസത്തെ ശമ്പളം പെൻഡിങ് ആണ്, 1 മാസം ശമ്പളം ഞങ്ങൾ കൊടുത്തു തീർത്തു എന്ന് പറയുമ്പോൾ എന്ത് ലാഘവത്തോടെയാണ് നിങ്ങൾ അത് സംസാരിക്കുന്നത്? ബാക്കിയുള്ള മാസത്തെ ശമ്പളം, ഒരു 5 മാസത്തെ ശമ്പളം തന്നെ, 1 മാസത്തെ ശമ്പളം തന്നെ പെൻഡിങ് ആയി കഴിഞ്ഞാൽ EMI ബാക്കി ലോണുമുള്ള ആളുകൾ പെടുന്ന, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നട്ടം തീരുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരുടെ നടുപൊടിക്കുന്ന
ഒരു ജീവിത ശൈലിയാണ് ഇപ്പോൾ. ആ ഒരു സമയത്ത് 4-5 മാസത്തെ ശമ്പളം കൂടി പെൻഡിങ് ആണെന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ അവർ അതിജീവിക്കുക? ഇതെല്ലാം ഓർക്കാതെ, ഇതൊന്നും പരിഗണിക്കാതെ, ഇതൊന്നും എന്താണ് ചിന്തയിൽ പോലും വരുത്താതെ ടൂറിസം വകുപ്പ് മന്ത്രിയാണ് നമുക്ക് ഏകകണ്ഠമായി കുറ്റപ്പെടുത്താൻ പറ്റുകയുള്ളൂ. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ, അത് ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിലെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദിക്കുകയും ചെയ്യേണ്ടത് ആ ഒരു വകുപ്പിലെ മന്ത്രിയുടെ ഉത്തരവാദിത്തം മാത്രമാണ്. പക്ഷേ ആ ഉത്തരവാദിത്തം നിറവേറ്റാത്തവരെയാണല്ലോ നിങ്ങൾ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് മാത്രം കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തിയിരിക്കുകയാണ്. നിങ്ങൾ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആ ഒരു ഏറ്റവും നല്ല മനുഷ്യനായ ഒരു MP സുരേഷ് ഗോപി സാർ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു സഹായം തന്നിരിക്കുന്നത്. അറിയണം, മനസ്സിലാക്കണം. മനുഷ്യനെ മനുഷ്യനായിട്ട് തിരിച്ചറിയണം. അല്ലാതെ മനുഷ്യനെ അവൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെയും അവൻ പറയുന്ന ആശയത്തിന്റെ പേരിൽ വേർതിരിച്ച് വർഗീയതയായിട്ട് മാത്രം കാണുന്ന ആളുകൾക്കുള്ള നല്ലൊരു മറുപടി കൂടിയാണിത്. ഇനിയെങ്കിലും മനുഷ്യനാകാൻ പഠിക്കൂ. ഇനിയെങ്കിലും പാർട്ടിയുടെ പേരിൽ ആളുകളെ വേർതിരിക്കാതെ അല്ലെങ്കിൽ വിമർശിക്കാതെ അവിടെ വ്യക്തിഹത്യ നടത്താതെ ജീവിക്കാൻ പഠിക്കൂ.